നമസ്കാരം, ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡെവലപ്മെൻറ്റ് സീരീസിൽപ്പെട്ട മറ്റൊരു വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇന്ന് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഏവർക്കും പ്രിയപ്പെട്ട വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട്. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മദർഷിപ്പ് പോർട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട പോർട്ടായിട്ട് മാറാൻ പോകുന്ന ഒന്നാണ്. അതിൻ്റെ സാക്ഷാത്കാരത്തിൻ്റെ വക്കിലാണ് ഇപ്പോൾ നമ്മളെല്ലാവരും നിൽക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ അത് കമ്മീഷൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഇത്രയും വലിയൊരു കണ്ടെയ്നർ പോർട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ നമുക്ക് ഈ പോർട്ടിലേക്ക് വേണ്ടത് കണക്ടിവിറ്റിയാണ്. കണക്ടിവിറ്റി എന്ന് പറയുമ്പോൾ അത് റോഡ് മാർഗം വേണം, അത് എയർ മാർഗം വേണം, അതുപോലെ തന്നെ നമുക്ക് ട്രെയിൻ മാർഗവും അത് വേണം. ഇപ്പോൾ വിഴിഞ്ഞത്തേക്ക് ഒരു റെയിൽവേ നെറ്റ്വർക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ കറൻ്റ് ഇല്ല. എന്നാൽ വളരെയധികം മികച്ച രീതിയിലുള്ള ഒരു റെയിൽവേ ലൈനാണ് നമ്മൾ വിഴിഞ്ഞത്തേക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് മുൻപ് നമ്മൾ പല വീഡിയോസും ചെയ്തിട്ടുമുണ്ട്. അതായത് അത്രയും നൂതനമായ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഏകദേശം 95% അണ്ടർഗ്രൗണ്ടിലൂടെ പോകുന്ന ഒരു പാത വേണമെങ്കിൽ ഇത് പറയാനായിട്ട് സാധിക്കും. ഏകദേശം 10.5 കിലോമീറ്റർ നീളം വരുന്നൊരു പാതയാണ് നമ്മുടെ മെയിൻ റെയിൽവേ ലൈനുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് വിഴിഞ്ഞത്ത് നിന്ന് ഇപ്പോൾ കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വളരെ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ പല പഠനങ്ങൾ പല സമയത്ത് നടന്നിട്ടുണ്ടെങ്കിലും ഇത് കുറച്ച് ഇഴഞ്ഞാണ് കാര്യങ്ങളെല്ലാം നീങ്ങിയത്. അതിന് പല വിധത്തിലുള്ള കാരണങ്ങളുണ്ട്. എന്നാൽ ഇപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അംഗീകാരം ലഭിച്ചു എന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. അതായത് ഇനി നമുക്ക് ഈ ഒരു പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അധികം ബുദ്ധിമുട്ടുകളില്ല. നമ്മുടെ വിഴിഞ്ഞത്ത് നിന്ന് തുടങ്ങി ബാലരാമപുരം എത്തുന്ന രീതിയിലാണ് ഈ പറയുന്ന പാത പണിയുന്നത്. പല സ്ഥലങ്ങളിലും വളരെയധികം ആഴത്തിലാണ് ഈ ഒരു റെയിൽവേ ലൈൻ കടന്നു പോകുന്നത് എന്ന കാര്യവും കൂടി പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സങ്കീർണമായ, വളരെയധികം ബുദ്ധിമുട്ട് നേരിടാൻ പോകുന്ന ഒരു പണി തന്നെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ പണികൾ ഏറ്റെടുത്തിരിക്കുന്നത് നമ്മുടെ കൊങ്കൺ റെയിൽവേ നെറ്റ്വർക്കാണ്. കൊങ്കൺ റെയിൽവേ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെയധികം കോൺഫിഡൻസ് വരുമല്ലേ. ഈ കൊങ്കൺ റെയിൽവേയെ പറ്റി പറയുവാണെങ്കിൽ, കൊങ്കൺ റെയിൽവേ എന്ന് പറയുന്ന ആ കൊങ്കൺ റെയിൽവേ ഉണ്ടാക്കിയ കമ്പനിയാണ്. കൊങ്കൺ റെയിൽവേ സാധ്യമാക്കിയത് നമ്മുടെ ഈ ശ്രീധരൻ സാർ വഴിയൊക്കെയാണ്. അദ്ദേഹമൊക്കെയാണ് അതിൻ്റെ മെയിൻ ചുക്കാൻ പിടിപ്പിച്ച ആൾക്കാരിലൊരാൾ. നമ്മുടെ ഈ പറയുന്ന കൊങ്കൺ എന്ന് പറയുന്നത് വളരെയധികം അപ്രാപ്യമായ ഒരു റെയിൽവേ ലൈൻ എന്നാണ് ലോകത്തിലെ പ്രമുഖമായിട്ടുള്ള കൺസ്ട്രക്ഷൻ കമ്പനികൾ പോലും അന്ന് പറഞ്ഞിരുന്നത്. അവരെല്ലാം കഴിഞ്ഞ സമയത്താണ് ഈ റെയിൽവേ നമ്മൾ തന്നെ ഏറ്റെടുത്ത് നമ്മൾ തന്നെ നടത്തി ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്തത്. ഒരു മാതൃക കാട്ടി, അതായത് ഒരു എൻജിനീയറിംഗ് വിസ്മയം തീർത്തത്. അതേ കമ്പനി തന്നെയാണ് ഇവിടെ നമ്മുടെ വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള ഏകദേശം ഫുള്ളി അണ്ടർഗ്രൗണ്ട് ആയിട്ടുള്ള ഒരു റെയിൽവേ നെറ്റ്വർക്ക് പണിയുന്നത്. ഈ 10.5 കിലോമീറ്റർ എന്ന് പറഞ്ഞു, ഇത് 9.5 ഭൂഗർഭ പാതയായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്കിതുവഴി വലിയ വലിയ കണ്ടെയ്നേഴ്സ് നീക്കേണ്ടതായിട്ടുണ്ട്. ഡബിൾ ഡെക്കർ കണ്ടെയ്നേഴ്സ് വരുമെന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ കൂടുതൽ നോർത്ത് ഇന്ത്യയിലെ ചിലരെങ്കിലും കണ്ടിട്ടുണ്ട്. പിന്നെ വിദേശങ്ങളിലാണ് നമ്മൾ കൂടുതൽ ഈ ഡബിൾ ഡെക്കർ കണ്ടെയ്നേഴ്സ് കണ്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വളരെ സ്പീഡി ആയിട്ട്, നമുക്ക് വളരെയധികം ചീപ്പായിട്ട് നമുക്ക് ട്രാൻസ്പോർട്ട് ഇന്ത്യക്കകത്ത് ചെയ്യാൻ പറ്റുന്ന എന്ന് പറയുന്നത് ഈ കണ്ടെയ്നേഴ്സ് വഴിയായിട്ടാണ്. അപ്പോൾ ഷിപ്പിലേക്ക് പോകുന്ന കണ്ടെയ്നേഴ്സും അതുപോലെ തന്നെ ഷിപ്പിൽ നിന്ന് വരുന്ന കണ്ടെയ്നേഴ്സും നമ്മുടെ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. നമുക്കറിയാം, ഇന്ത്യയിൽ ഒട്ടനവധി കാർ കമ്പനികളുണ്ട്. ഈ കാർ കമ്പനികളെല്ലാം ഇന്ത്യയിൽ നിന്ന് കാർ കയറ്റിയൊക്കെ അയക്കുന്നുണ്ട്. അവർക്ക് വേണ്ടത് ഈ വലിയ വലിയ കണ്ടെയ്നേഴ്സാണ്. ഈ ഡബിൾ ഡക്കിൽ നമുക്ക് കാർ കൊണ്ടുപോകുന്ന രീതിയിൽ കൊണ്ടുപോകാൻ കഴിച്ചാൽ അവർക്ക് വളരെയധികം ലാഭം കൊടുക്കുന്ന ഒന്നുമാണ്. അപ്പോൾ നമുക്ക് പല രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു റെയിൽവേ ലൈൻ വഴി ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ്, നമ്മുടെ തിരുവനന്തപുരം കന്യാകുമാരി പാതയുടെ അല്ലെങ്കിൽ ആ ഒരു റെയിൽവേ ലൈനിൻ്റെ പാത ഇരട്ടിപ്പിക്കലും നടക്കുന്നുണ്ട്. അതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഗതിയാണ്. കാരണം ഈ റെയിൽവേ ലൈൻ വഴിയിട്ട് നമുക്ക് 2 റൂട്ട് വഴി, അതായത് നമ്മുടെ തമിഴ്നാട് വഴി നമ്മുടെ കേരളം വഴിയിട്ടും നമുക്ക് ഈ ഗുഡ്സ് മൂവ്മെൻറ്റ് നടത്താനായിട്ട് സാധിക്കും. നമ്മുടെ കേരളത്തിലെ ആ ഒരു റെയിൽവേ ഡെൻസിറ്റി അല്ലെങ്കിൽ ട്രെയിൻ ഡെൻസിറ്റിയൊക്കെ വെച്ചിട്ട് കൂടുതലും അപ്പുറത്തെ തമിഴ്നാട് വഴിയാണ് ഈ സാധനങ്ങൾ കൊണ്ടുപോകാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ നമുക്ക് വളരെ മികച്ച റെയിൽവേ നെറ്റ്വർക്കും നമുക്ക് വേണ്ടതായിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അധികം സ്ഥലമൊന്നും ഏറ്റെടുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് വരേണ്ടതില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഇത് അണ്ടർഗ്രൗണ്ട് ആയിട്ടാണ് പോകുന്നത്. ഇത് കമ്മീഷൻ ചെയ്യുമ്പോൾ ഇന്ത്യയിലെ 2ാമത്തെ ഏറ്റവും ദൈർഘ്യമേറിയ തീവണ്ടി തുരങ്കപാതയായിട്ട് ഇത് മാറുകയും ചെയ്യും. മറ്റേതെങ്കിലും ഇതിൻ്റെ ഇടയിൽ കയറി വരുമോ എന്നറിയത്തില്ല. കാരണം ഇന്ത്യയിൽ ഒട്ടുമിക്കയിടത്തും ഇപ്പം റെയിൽ കൺസ്ട്രക്ഷൻ മറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല റെക്കോർഡുകളും കീപ്പ് ചേഞ്ചിങ് ആണ് അപ്പോൾ നമുക്ക് അത് 2ാം സ്ഥാനത്തേക്ക് തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ വിഴിഞ്ഞം വരുന്നതോട് കൂടിയിട്ട് നമ്മുടെ നാട്ടിലും കേരളത്തിലെയും അതുപോലെ തന്നെ നമ്മുടെ തൊട്ടയൽവക്കത്തുള്ള തമിഴ്നാട്ടിലെയും പല റോഡുകളും വികസിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പല ഇൻഫ്രാസ്ട്രക്ചറും വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മളെ ഒരു വലിയൊരു
ഡെവലപ്മെൻറ്റ് വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒത്തിരി ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സും അനുബന്ധ പ്രോജക്ട്സും എല്ലാം വരും. ഇത് കാരണം നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ പ്രൊജക്റ്റിൽ മാത്രമല്ല, അനുബന്ധമായിട്ട് വരുന്ന കാര്യങ്ങളിലും നമുക്ക് ആൾക്കാർക്ക് ജോലി നൽകാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നൽകാനും സാധിക്കും. അപ്പോൾ ഒരു വലിയ പ്രോജക്റ്റ് ആ ഒരു നാടിൻ്റെ മുഖച്ഛായ തന്നെ മാറും. ഇപ്പോൾ നമ്മളൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കുക. ഇപ്പോൾ നമ്മളെ ട്രിവാൻഡ്രം ലുലു എടുക്കുക. ലുലുവിൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അധികം ഷോപ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പം ഒട്ടനവധി കുറേ റെസ്റ്റോറൻറ്റ്സ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഉണ്ടായിരുന്ന റെസ്റ്റോറൻറ്റ്സിനെ വിപുലീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു പ്രോജക്റ്റോടെ വന്നപ്പോഴാണ്. ഇപ്പോൾ നമ്മുടെ വിഴിഞ്ഞം പദ്ധതി എന്ന് പറഞ്ഞാൽ 1400 കോടിയോളം രൂപയാണ് ഇതിന് ചിലവാകുന്നത്. അത്യാവശ്യം ഒരു 10 കിലോമീറ്റർ നോക്കുമ്പോൾ എക്സ്പെൻസീവ് ഉള്ള പ്രോജക്റ്റ് തന്നെയാണ്. പക്ഷേ ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മില്യൺസ് ഓഫ് ഡോളേഴ്സ് ആയിരിക്കും നമുക്ക് ഭാവിയിൽ ലഭിക്കുന്നത്. കാരണം അത്രയേറെ മൂവ്മെൻറ്റ് ഇതുവഴി നടക്കുമെന്ന കാര്യത്തിൽ എനിക്ക് പ്രതീക്ഷയുണ്ട്. നിങ്ങൾ പലർക്കും, ഒരു ഭൂരിഭാഗം പേർക്കും പ്രതീക്ഷ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇൻ്റർനാഷണൽ സീ ചാനലിൻ്റെ വളരെ അടുത്തുമാണ് ഈ പറയുന്ന പോർട്ട് വരുന്നത്. ഈ പോർട്ടിനോടനുബന്ധിച്ചുള്ള സൗകര്യങ്ങൾ നമുക്ക് കൂട്ടേണ്ടതായിട്ടുണ്ട്. ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ ഇനിയും ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാലേ നമുക്ക് ലോകത്തിലെ ഏറ്റവും മികച്ച പോർട്ടുകളൊന്നായിട്ട് നമ്മുടെ ട്രിവാൻഡ്രം വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ടിനെ മാറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് പടിയായ ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് എന്നോണമാണ് ഇപ്പോൾ ഈ ഒരു റെയിൽവേ ലൈൻ വരാനായിട്ട് പോകുന്നത്. ഈ ട്രിവാൻഡ്രം റിംഗ് റോഡുണ്ട്, അതിങ്ങനെ തുലാസിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് വേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മികച്ച രീതിയിലുള്ള ഒരു ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി നൽകണമെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും വളരെ സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കേണ്ടതുകൊണ്ട് ഇങ്ങനെ നീണ്ടുപോകാൻ പാടില്ല. ഇപ്പോൾ എന്തായാലും ലേറ്റായിരുന്നാലേ ലേറ്റസ്റ്റായിട്ട് വന്നു എന്ന് തന്നെ നമുക്കിപ്പോൾ വിശ്വസിക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ നാട്ടിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. പക്ഷേ ഇത് നമുക്ക് മാറേണ്ടതുണ്ട്. നമുക്ക് സ്പീഡിയായിട്ട് കാര്യങ്ങൾ തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെയിൽവേ ലൈൻ വരട്ടെ. ഈ ഒരു റെയിൽവേ ലൈനിലുള്ള എല്ലാ ഭാവങ്ങളും നേരുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിരുന്നു വരുന്നവരെ ഞാൻ ഷിബു സാലിഹ, എന്നോടൊപ്പം ബ്രണ സ്റ്റാച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കീപ് വാച്ചിങ് ക്രിസ് കേരള.